നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സപ്പോട്ട പഴത്തെക്കുറിച്ചാണ്. മെക്സിക്കോയും മധ്യ അമേരിക്കയുമാണ് സപ്പോട്ടയുടെ ജന്മദേശം. മായൻ, ആസ്ടെക് ജനതകൾ ഈ മരത്തിൻ്റെ പാല് കൊണ്ടുള്ള ദ്രാവകം ച്യൂയിങ്ങം നിർമ്മിക്കാൻ പണ്ടേ ഉപയോഗിച്ചിരുന്നു. സ്പാനിഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ എത്തിയ സപ്പോട്ട 1898 ഇന്ത്യയിൽ എത്തിച്ചു. ഉത്ഭവവും ആഗോള വ്യാപനവും തെക്കൻ അമേരിക്ക, ഗ്വാട്ടിമാല, ബെലീസ്. പഴയകാല ഉപയോഗം. മായൻ സംസ്കാരകാലം മുതൽ മരപ്പാല് ശേഖരിച്ച് ഉപയോഗിച്ചു. വ്യാപനം. സ്പാനിഷ് പര്യവേക്ഷകർ ഇത് ഫിലിപ്പീൻസിലേക്കും മറ്റ് ഉഷ്ണമേഖലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. ഇന്ത്യയിലേക്കുള്ള വരവ്. ആദ്യ കൃഷി 1898 മഹാരാഷ്ട്രയിലെ കോൽവാഡ് ഗ്രാമത്തിലാണ് സപ്പോട്ട ആദ്യമായി നട്ടത്. വ്യാപാര വളർച്ച. പിന്നീട് മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് പ്രധാന വാണിജ്യ വിളയായി മാറി. കേരളത്തിലും വീടുകളിലും വാണിജ്യപരമായും സപ്പോട്ട കൃഷി ചെയ്തുവരുന്നു. പഴങ്ങളിൽ നാവിൽ തേനൂറുന്ന ഒരു വിദേശ ഇനമാണ് ചിക്കു എന്ന് വിളിക്കുന്ന സപ്പോട്ട. സ്വാദിഷ്ടമായ ഈ പഴത്തിൻ്റെ ജന്മദേശം മെക്സിക്കോയാണ്. ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങളിലും ഇത് ധാരാളം കണ്ടുവരുന്നു. വിറ്റാമിൻ എ, സി, ഇ, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയവയുടെ കലവറയായ സപ്പോട്ട ഇന്ത്യയിലും ധാരാളമായി കൃഷി ചെയ്യുന്നുണ്ട്. ഈ പഴം മിൽക്ക് ഷേക്ക്, സ്മൂത്തീസ് തുടങ്ങിയവ ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ കറയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പച്ച പോലുള്ള പദാർത്ഥം ച്യൂയിങ്ങത്തിൻ്റെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് സപ്പോട്ട വൻതോതിൽ കൃഷി ചെയ്യുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സപ്പോട്ട മരത്തിന് 15 മുതൽ 45 മീറ്റർ നീളമുണ്ടാകും. ഒപ്റ്റിക്കൽ ഗ്രാഫ്റ്റിംഗ് സാങ്കേതികത്വം ഉപയോഗിച്ചാണ് പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നത്. ഇത്തരത്തിൽ വളർത്തിയെടുത്ത ചെടികളിൽ 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഫലങ്ങളുണ്ടാകും. വീട്ടാവശ്യത്തിനും വാണിജ്യ കൃഷിക്കും യോജിച്ച ഫലവൃക്ഷമാണ് സപ്പോട്ട. എന്നാൽ കേരളത്തിൽ ഇതിൻ്റെ വാണിജ്യ സാധ്യതകൾ വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയിട്ടില്ല. സാമാന്യം വലിപ്പമുള്ള ഉരുണ്ട കായ്കൾ തരുന്ന ഇനമാണ് ക്രിക്കറ്റ് ബാൾ. കാമ്പ് മാംസളവും തരികളുമുള്ളതുമാണ്. ഓവൽ, ബദാമി, കാലിപ്പത്തി, CO1, CO2, ബാരമാസി, PKM1, ദ്വാരപ്പൊടി എന്നിവയാണ് മറ്റ് പ്രധാന ഇനങ്ങൾ. ഫെബ്രുവരി, മാർച്ചിലും ഒക്ടോബർ, നവംബറിലും സപ്പോട്ട കായ്ക്കുന്നു. ഒട്ടുതൈകൾ നട്ട് വംശവർധന നടത്താം. ഒട്ടുതൈകൾ 3-ാം വർഷം മുതൽ ഫലം തന്നു തുടങ്ങും. മൂത്ത കായ്കളെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. കായയുടെ പുറത്ത് നഖം കൊണ്ട് വരയുമ്പോൾ പച്ച തെളിയുന്നതാണ് ഒരു ലക്ഷണം. കായ്കൾ പറിച്ച് വെച്ച് പഴുപ്പിക്കാം. ഭക്ഷണശീലങ്ങളിൽ പോഷക ഗുണമുള്ള സപ്പോട്ട ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. സപ്പോട്ട കുടുംബത്തിൽപ്പെട്ട കെർണി എന്ന മരത്തിൻ്റെ കുരുവിട്ട് മുളപ്പിച്ച തൈകൾ ഒട്ടിക്കാനുള്ള റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കാം. പ്രധാന ആരോഗ്യ ഗുണങ്ങൾ. ഉയർന്ന ഊർജ്ജം നൽകുന്നു. ഇതിലെ ഗ്ലൂക്കോസ് ശരീരത്തിന് പെട്ടെന്ന് ഊർജ്ജം നൽകാൻ സഹായിക്കുന്നു. കായിക താരങ്ങൾക്കും കുട്ടികൾക്കും ഇത് മികച്ചൊരു ഭക്ഷണമാണ്. ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. സപ്പോട്ടയിൽ ധാരാളമായി ലയിക്കുന്ന നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇത് മലബന്ധം തടയാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റാനും സഹായിക്കുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന വിറ്റാമിൻ സി, എ എന്നിവ ഇതിൽ ധാരാളമുണ്ട്. ഇവ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കൂട്ടി അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്നു. എല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ് തുടങ്ങിയ എല്ലുകളെ ശക്തിപ്പെടുത്തുന്നു. ചർമ്മത്തിൻ്റെയും മുടിയുടെയും ഭംഗി കൂട്ടുന്നു. സപ്പോട്ടയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി തിളക്കം നൽകുന്നു. മുടി കൊഴിച്ചിൽ തടയാൻ ഇത് നല്ലതാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ഇതിലെ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ സഹായിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഫ്രൂട്ട്സ്, പ്ലാന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ വീഡിയോകളുമായി വരുന്നതാണ്. ഇനി ചതുരപ്പുളി എന്നുള്ളതിൻ്റെ പിന്നെ വീടിൻ്റെ അങ്ങനെയൊക്കെ പല ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക.
വാഴ ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പ്രൊഫൈലിലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് മനോജ് ചേട്ടൻ്റെ, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെയൊക്കെ നമ്പറുണ്ട്.